ശ്രീ കെ പി റഹ്മത്തുള്ള, വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യണം. അതാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇപ്പുറത്ത് ഈ പാതകളെല്ലാം വിള്ളലുണ്ടായത് ചർച്ച ചെയ്യണം. അത് ഒരു വശത്ത് നിൽക്കുന്നു. അതിനിടയിലാണ് അത് അൻവറിന്റെ രാജിവെക്കൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിട്ടതാണ് എന്നുള്ള ആരോപണം. ഒപ്പം BJP ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളൊരു വാർത്ത. കാരണം ഒരു തലമല്ല, പല തലത്തിലാണ്. ഈ ആദ്യം 2016 1500 വോട്ടാണെങ്കിൽ 2700 3000-നടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം അൻവറിന് കിട്ടിയ സ്ഥലമാണ്. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. ആർക്കൊപ്പം സിറ്റിംഗ് സീറ്റ് ഉണ്ടാകുമെങ്കിൽ മുമ്പുണ്ടായിരുന്ന MLA മറ്റൊരു സ്ഥലത്ത്, പാർട്ടി ഈ വശത്ത്, എത്രത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു സിറ്റുവേഷൻ ആണ് നിലമ്പൂരിൽ? അൻവർ ശക്തനല്ല അല്ലെങ്കിൽ അൻവർ പ്രസക്തനല്ല എന്ന ഇടതുപക്ഷത്തിന്റെയും മറ്റും വിലയിരുത്തലിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. സ്വതന്ത്രനായി വയനാട് മണ്ഡലത്തിൽ, ലോകസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് 1,00,000 വോട്ട് നേടിയപ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻവറിനെ സ്വതന്ത്രനായി CPM അവതരിപ്പിച്ചത്. അതിനു മുമ്പ് DCC പ്രസിഡന്റായിരുന്ന TK ഹംസയെ നിലമ്പൂരിൽ ആര്യാടനെതിരെ നിർത്തി അദ്ദേഹം 2000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കൽ മുസ്ലിം ലീഗ് നേതാവായിരുന്ന മമ്പാട് അബ്ദുറഹ്മാൻ മാസ്റ്ററെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ട്. ഈ ഒക്കെ ചിന്തയിൽ നിന്നാകാം KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി ലഭിക്കും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സർക്കാരിന്റെ അഴിമതിക്കെതിരെ, സർക്കാരിന്റെ പോലീസിലെ പക്ഷപാതിത്വത്തിനെതിരെ, പോലീസിന്റെ നെറികെട്ട നടപടികൾക്കെതിരെ സ്വന്തം പാർട്ടിയിലും സ്വന്തം മുന്നണിയിലും പറഞ്ഞ് കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നത്. അൻവറിന് ഇപ്പോഴും നിലമ്പൂരിൽ നല്ല സ്വാധീനമുണ്ട് എന്നതിന്റെ തെളിവാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ ഭരണമാറ്റമുണ്ടായത്. LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് UDFന് നൽകാൻ അൻവറിന് സാധിച്ചു. അത് തന്നെയാണ് അൻവറിന്റെ വിജയം. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ പോലും സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുന്നതിൽ അൻവർ വിജയിച്ചിരുന്നു എന്നതാണ് സത്യം. കഴിഞ്ഞ നിലമ്പൂർ നഗരസഭ ആദ്യമായി ഇടതുപക്ഷം ഭരണം പിടിച്ചപ്പോൾ അതിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് PV അൻവർ ആയിരുന്നു. അൻവർ ഇപ്പോൾ കുറച്ചു നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് മുൻപന്തിയിൽ വരാൻ പോകുന്നത് എന്നാണ്. മലയോര മേഖലയാണ്, 70% മലയോര വോട്ടർമാരുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖല നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ വിഷയമാകുമെന്ന് തീർച്ചയാണ്. മലയോര മേഖലയിൽ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് സത്യം. വന്യജീവികളുടെ ശല്യം മൂലം ജനങ്ങൾ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അവിടുത്തെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നു എന്നതാണ് സത്യം. അൻവർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് നിലമ്പൂരിൽ ആകെയുള്ളത്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA ഫണ്ട് ചെലവഴിച്ച ആളാണ് അൻവർ. അതിന്റെയൊക്കെ ആനുകൂല്യം ഇടതുപക്ഷത്തിനല്ല, മറിച്ച് അൻവറിനാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അൻവർ പ്രശ്നമല്ല എന്ന് പറയുന്ന ഇടതുപക്ഷം അൻവർ നടത്തുന്ന യോഗങ്ങളിലും അതിനൊക്കെ മറുപടി പറയാൻ സമയം കണ്ടെത്തുന്നു എന്നത് തന്നെയാണ് സത്യം. ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ കുറിച്ച് മിണ്ടുന്നില്ല എന്നത് ശരിയല്ല. കാരണം DYFIയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷബീറോ, അല്ലെങ്കിൽ നേരത്തെ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച് ഏറ്റവും കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റ, 5000 വോട്ടുകൾക്ക് മാത്രം തോറ്റ പ്രൊഫസർ തോമസ് മാത്യുവോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷം അതായത് ഏതെങ്കിലും ഈ മറുപാളയത്തിൽ നിന്ന് വലിക്കാനുള്ള സാധ്യത, ഇടത് സ്വതന്ത്രൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നടക്കുന്ന വാർത്തയിൽ കഴമ്പില്ല എന്നാണോ? അത് ചോദിച്ചപ്പോൾ അൻവർ പോലും ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു പ്രതികരണം നടത്തിയാണ് പോയത്. ഇടതുപക്ഷത്തിന് കോൺഗ്രസിൽ നിന്നോ ഇടതുപക്ഷ പാളയത്തിൽ UDF പാളയത്തിൽ നിന്നോ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. എന്നെ പോലുള്ളവർ മനസ്സിലാക്കിയിരുന്നത് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തിലെടുക്കുമായിരുന്നുവെങ്കിൽ M സ്വരാജിനെ പോലെ, നിലമ്പൂർ സ്വദേശിയായ M സ്വരാജിനെ പോലുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയെങ്കിലും ഞങ്ങൾ കാണുമായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, തോമസ് മാത്യുവിനാണ് കൂടുതൽ
സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഷബീറിനെയും പരിഗണിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നോ UDF-ൽ നിന്നോ ഒരാളെ പോലും ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി ലഭിക്കാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ് സത്യം. സ്ഥാനാർത്ഥികളെ കുറിച്ച് ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊന്നും വ്യക്തമായി ഒന്നും പറയുന്നില്ലെങ്കിലും എനിക്കുറപ്പാണ് നാളെയോ മറ്റന്നാളോ UDF ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ. മാത്രമല്ല, അക്കാര്യത്തിൽ ഒരു മാസം മുമ്പ് തന്നെ KPCC യോഗം ധാരണ എത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ വിവരം എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഒരു മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് VD സതീശൻ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ ഒരു പടി UDF തന്നെയാണ് മുന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ PV അൻവറിന്റെ അതിശക്തമായ പിന്തുണ UDF-നെ വിജയത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. മാത്രമല്ല, അൻവറുമായി UDF ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അടുത്ത തെരഞ്ഞെടുപ്പിൽ KT ജലീലിന്റെ തട്ടകമായ തവനൂരിൽ നിന്ന് അൻവർ മത്സരിക്കും എന്നതാണ്. അതുകൊണ്ട് UDF-നെ ഏത് നിലയിലും വിജയിപ്പിക്കാൻ അല്ല ശ്രീ KP റഹ്മത്തുള്ള അല്ല അതിൽ ഞാനൊരു വിയോജിപ്പോട് കൂടി ചോദിക്കട്ടെ. ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള CPM-നെ സംബന്ധിച്ചുള്ള ഇത് പ്രസ്റ്റീജ് വിഷയമാണ്. ഇത് UDF ജയിച്ചാൽ, അത് അൻവറിന്റെ പിന്തുണയോടുകൂടി UDF ജയിച്ചാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ നിസാരമാക്കി കണക്കാക്കുമോ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ? നമ്മുടെ PT തോമസിന്റെ മണ്ഡലത്തിൽ ഒരു മാസത്തോളമാണ് മുഖ്യമന്ത്രി തമ്പടിച്ച് പ്രചരണം നടത്തിയത്. എന്നിട്ട് എന്തുണ്ടായി? നിലമ്പൂരിലേക്ക് ഇടതുപക്ഷവും മന്ത്രിസഭയും മൊത്തം വരട്ടെ, ഞാൻ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കാമെന്ന വെല്ലുവിളി അൻവർ എത്ര നാളായി തുടങ്ങിയിട്ട്. അതുപോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അൻവറിന്റെയും UDF-ന്റെയും സ്വാധീനം തകർക്കാൻ ഇടതുപക്ഷത്തു നിന്ന് നീക്കമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. M സ്വരാജിനെ പോലെ പാർട്ടിയിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവ് നിലമ്പൂരിൽ ഉണ്ടായിട്ടും ഷബീറിനെയും തോമസ് മാത്യുവിനെ പോലുള്ള ഒരുപാട് മുമ്പ് മത്സരിച്ച ആളുകളെ തന്നെ തേടി നടക്കേണ്ട. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് റെജിൽ കോസിലേക്ക് ഞാൻ പോകാം. പക്ഷേ എന്തിന് CPM അത് ചെയ്യണം? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ വിട്ടുകളിക്കാവുന്ന ഒരു കളിയാണോ? ഈ തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പോലും വലിയ തരത്തിൽ അവകാശവാദങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു നിസാര പോരാട്ടത്തിന് മതി എന്ന് ഇടതുപക്ഷം അങ്ങനെ തീരുമാനിക്കുമോ? ഈ ഒരുപക്ഷെ ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊക്കെ താങ്കൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണെങ്കിലോ? ഇടതുപക്ഷം ശക്തമായ മത്സരം നിലമ്പൂരിൽ നടത്തുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അൻവറുമായും UDF-ഉമായും കോൺഗ്രസുമായി ഏറ്റുമുട്ടി വിജയിക്കാനുള്ള വോട്ടുകൾ നേരത്തെ തന്നെ CPM-നില്ല. നിലമ്പൂരിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥികളുടെ LDF സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കും. സഖാവ് കുഞ്ഞാലിയാണ് ആദ്യം ജയിച്ചത്. പിന്നീട് TK ഹംസ 2000 വോട്ടിനാണ് ജയിച്ചത്. അത് അന്ന് മുസ്ലിം ലീഗുകാർ വോട്ട് മാറി ചെയ്തത് കൊണ്ടാണ് എന്ന് എന്നെ പോലുള്ളവർ കൃത്യമായി മനസ്സിലാക്കും. പിന്നീട് വയനാട് മണ്ഡലത്തിൽ ഒറ്റക്ക് നിന്ന് 1 ലക്ഷം വോട്ട് നേടിയപ്പോഴാണ് PV അൻവറിന്റെ പിന്നാലെ CPM പോയത്. അൻവർ സ്വന്തം നിലയിലാണ് നിലമ്പൂരിൽ വിജയിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി. ആദ്യം അദ്ദേഹത്തിന്റെ വോട്ട് ഭൂരിപക്ഷം 11,000 രണ്ടാമത് വെറും ഒരു മാസം മുമ്പ് മാത്രമാണ് അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത്. എന്നിട്ടും അദ്ദേഹത്തിന് 2700 വോട്ടിന് വിജയിക്കാൻ കഴിഞ്ഞത് അൻവറിന്റെ മാജിക്കുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ KP റഹ്മത്തുള്ള, ഞാൻ തിരികെത്താം. ശ്രീ റെജി ലൂക്കോസ്, അതായത്